WCCക്കെതിരെ ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നു. ഒരു വ്യക്തതയില്ലാത്ത കൂട്ടായ്മ. മലയാളം സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ചെന്ന് സ്വയം പറയുന്നവർ ജൂനിയർ ആർട്ടിസ്റ്റുകളെ തഴയുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി. ജൂനിയർ ആർട്ടിസ്റ്റുകളെക്കുറിച്ച് സംസാരിക്കാൻ ആരാണുള്ളതെന്നും സിനിമാ മേഖലയിൽ വിപ്ലവമുണ്ടാക്കിയെന്ന് പറയുന്ന ഒരു കൂട്ടം സ്ത്രീകൾ എന്തുകൊണ്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളെക്കുറിച്ച് സംസാരിക്കാത്തതെന്നും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. മലയാള സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ശുദ്ധികലശം അനിവാര്യമാണ്. ഓരോ മേഖലയിലും ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചാൽ ഇതിൻ്റെ ഇരട്ടി വെളിപ്പെടുത്തലുകളുമായി സ്ത്രീകൾ രംഗത്തെത്തുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ മോശമായാണ് ആളുകൾ ചിത്രീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി പുറത്തുവരുമ്പോൾ അത്തരം അഭിപ്രായങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കും. ഇതിനുള്ളിൽ ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ നേരിടുമ്പോൾ ഉടൻ തന്നെ നടിമാർ പ്രതികരിക്കണം. അല്ലാതെ 10-12 വർഷം കഴിയുമ്പോൾ വീണ്ടും വന്ന് പറയുകയല്ല വേണ്ടത്. അപ്പോഴുള്ള പ്രശ്നങ്ങൾ പറഞ്ഞത് തന്നെ പരിഹരിക്കണമായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊരു ഭൂതത്തെപ്പോലെ വളർന്ന് പന്തലിക്കില്ലായിരുന്നു. കഴിവാണ് ഒരാൾക്ക് അവസരം നൽകുന്നത്. ഓരോരുത്തർക്കും ശുദ്ധികലശം ആവശ്യമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശുദ്ധികലശം വേണം. സിനിമാ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് WCC അല്ല. അവർക്ക് അവരുടേതായ ഒരുപാട് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെക്കുറിച്ച് എന്തുകൊണ്ടാണ് WCC പ്രതികരിക്കാത്തത്? സമൂഹ മാധ്യമത്തിൽ ഒരു വരി എഴുതിയതുകൊണ്ട് ഇവിടെയും ഒന്നും ഉണ്ടാകില്ല. WCC ഒരു കൂട്ടായ്മ മാത്രമാണ്. സംഘടനയായിട്ട് പോലും അവർ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനൊരു പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല. ഒന്നിനും ഒരു വ്യക്തതയില്ലാത്ത കൂട്ടായ്മയാണിത്. അവരാണ് ആദ്യത്തെയും അവസാനത്തെയും പരിഷ്കർത്താക്കൾ എന്ന് പറയുന്നതിനോട് തനിക്കൊരു യോജിപ്പുമില്ലെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. WCCയിലെ ഒരു പ്രമുഖ നടി തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെന്ന് സംവിധായകൻ അഖിൽ മാരാർ. കാരവനിലെ ടോയ്ലറ്റിൽ കയറാൻ ചെന്ന പെൺകുട്ടിയോടാണ് പ്രമുഖ നടി മോശമായി പെരുമാറിയതെന്നും ഇവർ തന്നെയാണ് സ്ത്രീകൾക്ക് നീതി നിഷേധിക്കുന്നതെന്നും അഖിൽ മാരാർ തുറന്നടിച്ചു. ഇപ്പോൾ ഈ ഒച്ചവെക്കുന്നവർ മലയാള സിനിമയിൽ നീതി ലഭിക്കാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇന്നുവരെ താൻ കണ്ടിട്ടില്ലെന്നും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരുമുണ്ട്, സഹസംവിധായകരുണ്ട്, ആർട്ടിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊന്നും വേണ്ടി സംസാരിക്കാൻ ഇപ്പോൾ ഒച്ചവെക്കുന്നവരെ കണ്ടിട്ടില്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ഒരു സത്യം പറയാം, WCCയിൽ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രമുഖ നടി തന്നെ ഒരു സാധാരണ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. കാരവനിലെ ടോയ്ലറ്റിലേക്ക് പെൺകുട്ടി കയറണമെന്ന് പറഞ്ഞപ്പോൾ ആ നടി സമ്മതിച്ചില്ല. ഇവർ തന്നെയാണ് മലയാള സിനിമയിൽ സ്ത്രീകളെ അടച്ചാക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ളതും മോശമായി പെരുമാറിയിട്ടുള്ളതും. സിനിമയിലുള്ള എല്ലാവർക്കും ഈ സത്യം അറിയാം. ഇവർക്ക് അവസരം കിട്ടാതെ വന്നപ്പോൾ സിനിമയിൽ മാഫിയ ഉണ്ടെന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുന്നുവെന്നും അഖിൽ മാരാർ പറഞ്ഞു.